ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീജിങ്ങിലെ, അതായത് ചൈനയുടെ ക്യാപിറ്റലാണ് ബീജിങ്. അപ്പം ബീജിങ്ങിലുള്ള ഫിനാൻഷ്യൽ സ്ട്രീറ്റ്, പ്രസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ടിയാൻമെൻ സ്ക്വയർ. അപ്പോൾ ഇത് മൂന്നിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കാണാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്ട്രീറ്റ് ആണ്. ഇതാണ് ഫിനാൻഷ്യൽ സ്ട്രീറ്റ്. ഇതെവിടാന്ന് വെച്ചാൽ നമ്മുടെ ചൈനയുടെ ക്യാപിറ്റലായ ബീജിങ്ങിലാണ്. ബീജിങ്ങിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഫിനാൻഷ്യൽ സ്ട്രീറ്റ് ഇതുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹാർട്ട് ബീറ്റ് ഓഫ് ചൈന എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ ബാങ്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഫിനാൻഷ്യൽ സ്ട്രീറ്റിൽ. അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്താണെന്ന്. അപ്പം ഒരു ചൈനയുടെ ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രം തന്നെയാണ് ഇവിടെ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഏറ്റവും വലിയ എല്ലാ ബാങ്കുകളുടെയും അതുപോലെ സെക്യൂരിറ്റി ഓഫീസുകളുടെ എല്ലാം മെയിൻ ഓഫീസുകളെല്ലാം ഈ ബീജിങ്ങിലുള്ള ഇവിടാണ്. അപ്പം അതുകൊണ്ട് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചൈനയ്ക്ക്. അപ്പം ഇവിടെ എല്ലാം സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ക്യാമറാസും സെക്യൂരിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ എല്ലാം നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയും അതുപോലെ തന്നെ പഴയ സംസ്കാരവും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ് നമുക്ക് ബീജിങ്ങിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ എല്ലാ കെട്ടിടങ്ങളും നല്ല ഹൈറ്റിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹൈറ്റുള്ള കെട്ടിടങ്ങളാണ്. പക്ഷേ നൈറ്റ് ഇപ്പം ഇത് ലൈറ്റും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. അപ്പോൾ എപ്പോഴും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർ നൈറ്റ് വന്ന് എക്സ്പ്ലോർ ചെയ്യണം, എന്നാലേ നല്ല കാണാൻ ഭംഗിയുണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നോർമലായിട്ട് തോന്നും, പക്ഷേ ഇതിപ്പോൾ നൈറ്റ് ആകുമ്പം ഞാനാണെങ്കിൽ നേരത്തെ ഷാങ്ങായുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ രാത്രിയാകുമ്പം ഇവിടെ എല്ലാം തിളങ്ങും. അപ്പോൾ എല്ലാവരും നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും അത്ഭുതം തോന്നും. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഫീലും ചെയ്യും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് ഇതെല്ലാം വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അടുത്തെന്ന് പറഞ്ഞാൽ മിൻസു ഹോട്ടൽ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അതുപോലെ ഇവിടുത്തെ മെയിൻ നമ്മുടെ രാഷ്ട്രീയ ആൾക്കാർ താമസിക്കുന്നതെന്ന് നമ്മൾ പറയത്തില്ല, അതുപോലത്തെ ഇവിടുത്തെ രാഷ്ട്രീയ ആൾക്കാർ താമസിക്കുന്ന, ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീഷ്യൽസൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ, ഒരു ഹോട്ടലാണ് ഈ മിൻസു ഹോട്ടൽ. ഒരു 5 സ്റ്റാറാണ്. എല്ലാ സൗകര്യങ്ങളും എല്ലാ മോഡേൺ ഫെസിലിറ്റീസും എല്ലാം അടങ്ങുന്ന ഒരു ഹോട്ടലാണ്. അതും നമ്മുടെ ബീജിങ്ങിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നടന്ന് തന്നെ കാണാം, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചൈന ഡെവലപ്മെൻ്റൽ ബാങ്ക്. ഇങ്ങനെ ഓരോ ടൈപ്പ് എല്ലാം ഗവൺമെൻറ്റിൻ്റെ മെയിൻ ഏരിയകളാണ് ഈ ഏരിയ മൊത്തം. ഈ ബീജിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ചരിത്രം പ്ലസ് അതുമാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഫ്യൂച്ചറിലോട്ടുള്ള ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ ഭാഗമാണ് ഈ ബീജിങ്ങിൻ്റെ ഈ ഫിനാൻഷ്യൽ സ്ട്രീറ്റും ഈ ഏരിയ മൊത്തം. പിന്നെ ഇവിടെ കാണുന്നതാണ്, നമ്മളിവിടെ ഈ ബാങ്കിൻ്റെ അടുത്തെല്ലാം കാണുന്നതാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ പൂക്കൾ കൊണ്ട് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അപ്പം നമുക്കിവിടെ വന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോസുകളും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ കാണുന്നത്. എല്ലാവരും വന്ന് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കും. നമുക്ക് ഇവിടെ എല്ലാം നടന്ന് കാണാമെന്ന് ഞാൻ പറയാൻ കാരണം, ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് അടുത്ത നമ്മുടെ പ്രസിഡൻഷ്യൽ ഹൗസും അതുപോലെ ടിയാൻമെൻ സ്ക്വയറും. ഇത് രണ്ടും ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം സെക്യൂരിറ്റീസാണ്. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം പ്രസിഡൻഷ്യൽ ഹൗസ് ഒന്നും നമുക്ക് അവിടോട്ട് എന്തോന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ടിയാൻമെൻ സ്ക്വയറൊക്കെ നമുക്ക് സന്ദർശിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. നമ്മൾ ബുക്കൊന്നും ചെയ്തില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്കാണെങ്കിൽ ഒരു ഏരിയ വരെ കഴിയുന്നിടം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും. അത് കഴിയുമ്പം പിന്നെ അങ്ങോട്ട് വിടത്തില്ല. പിന്നെ നമുക്ക് നമ്മുടെ കാറിലേ പോകാൻ പറ്റത്തുള്ളൂ. കാറെന്നല്ല, നമ്മുടെ വാഹനങ്ങളിലേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നടന്നു പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ടിയാൻമെൻ സ്ക്വയറൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം വരാനായിട്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇനി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ഫിനാൻഷ്യൽ സ്ട്രീറ്റ് അതിൻ്റെ ഭാഗങ്ങളായിട്ടും പിന്നെ നമ്മൾ ഈ പ്രസിഡൻഷ്യൽ ഹൗസിലോട്ടും അതുപോലെ ടിയാൻമെൻ സ്ക്വയറിലോട്ടും പോകുന്ന ഇടയിലുള്ള വഴികൾ, അങ്ങോട്ട് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെയാണ് ഇത്. വേണ്ടേ, നമ്മളാണെങ്കിൽ ഇനി നമുക്ക് കാറിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മളിപ്പം വരും, ഞാനിപ്പോൾ കാണിച്ചു തരാം.
നമ്മുടെ പ്രസിഡൻഷ്യൽ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം വരുന്ന ഒരു ചെറിയ കെട്ടിടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാനേ പറ്റത്തില്ല. സോങ്ങൻ ഹായ് എന്നാണ് ഇവിടെ ചൈനീസിലത് പറയുന്നത്. ഇതാണ് പ്രസിഡൻഷ്യൽ ഹൗസ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ബീജിങ്ങിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണ സ്ഥിരാ കേന്ദ്രം തന്നെയാണ്. പിന്നെ ചൈനയുടെ വൈറ്റ് ഹൗസ് എന്നും പറയും, അല്ലെങ്കിൽ ക്രൈംലിൻ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഷിൻജിങ് പിങ് ആണ് ഇപ്പം ചൈനയുടെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങോട്ടൊന്നും ആർക്കും പോകാനും കയറാനും ഒന്നും പറ്റത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനേ പറ്റത്തില്ല. ഇവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൽ ഒത്തിരി ഉദ്യോഗസ്ഥരും ഒത്തിരി ഓഫീസുകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ചൈനയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത്. അപ്പോൾ ഇവിടുത്തെ മുൻ രാഷ്ട്രീയ പ്രസിഡന്റ്മാരൊക്കെ അവിടെ താമസിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഈ സൈഡിൽ തന്നെയാണ് ടിയാമൻ സ്ക്വയറും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്തേ വരാൻ പറ്റത്തുള്ളൂ. ഈ ടിയാമൻ സ്ക്വയർ ഈ ചരിത്രത്തിൽ ഇവർക്ക് ഒത്തിരി നിരവധി സംഭവങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. ഇതിൻ്റെ ഈ സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടം എന്നാണ് ഈ ടിയാമൻ സ്ക്വയർ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് 800 മീറ്റർ നീളവും അതുപോലെ 550 മീറ്റർ വീതിയും 440,000 ചതുരശ്ര മീറ്റർ വിസ്തീർണം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ടിയാമൻ സ്ക്വയർ. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ വണ്ടിയിൽ പോകുന്ന കാഴ്ചയാണ് എടുത്തത്. നമുക്ക് ഇതിനുള്ളിൽ പോകണമെങ്കിൽ ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം നമുക്കിതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ കാണണമെങ്കിലും. ചൈനയുടെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും കല എന്നിവയെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണിത്. പിന്നെ ചൈനീസ് വിപ്ലവത്തിൻ്റെ രക്തസാക്ഷിത്വം വരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച ഒരു സ്മാരകമാണ് ഈ ടിയാമൻ സ്ക്വയർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ രാവിലെയും വൈകിട്ടും പതാക ഉയർത്തിയും താഴ്ത്തുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ രാവിലെയും വൈകിട്ടും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം വരാനായിട്ട്. പിന്നെ ഇവിടെയൊക്കെ കയറണമെങ്കിൽ ഒരുപാട് നല്ല സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഒന്നും അങ്ങനെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെ എല്ലാം വരുമ്പം കുറച്ച് സെക്യൂരിറ്റി എല്ലായിടത്തും സെക്യൂരിറ്റീസാണ്. അപ്പം എല്ലാവരും ഇതെല്ലാം വന്ന് കാണണം. ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിരിക്കണം. നമുക്കാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയും പഴയ സംസ്കാരവും കൂടെ ഒരുമിച്ചാണ് ഈ ബീജിംഗ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ബീജിംഗ് ഇത്ര സ്പെഷ്യലും അതുപോലെ ഇത്ര എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനും ആവുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.